and Bindu Auntie. As Jeremiah 29 verse 11 says, "For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. Plans to give you hope and a future." Without much delay, we are moving to our program with the opening song, "Nandiyode Njan Stuti Paadidum." All can join for it. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുമുൻപാകെ അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ആരാധനയെ തുടർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ലഭ്യമായ അവസരത്തിനായി സ്തോത്രം. ദൈവമേ, സ്നേഹങ്ങളെയും ബിന്ദുവാന്റെയും അടുത്ത കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘവർഷക്കാലം ഈ ദേശത്ത് അനുഗ്രഹത്തോടെ കൃപയോടെ കുടുംബമായി തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിനായി ഉപയോഗിപ്പാൻ അവിടുന്ന് അനുവദിച്ചതേക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ ശുശ്രൂഷ മേഖലകളിലൊക്കെ കൂടെ ഇരുന്നുവല്ലോ. ഇടവകയുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയമക്കളുടെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ ഈ സഭയെ അവിടുന്ന് അനുവദിച്ചതേക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, കൃപയാലോട് നിറച്ച് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ചും നാട്ടിലേക്ക് പോകാനൊക്കെ പ്രിയമക്കൾ ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. ദൈവകൃപയിൽ കരുതണം. നാട്ടിലായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാനുള്ള ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരുവാൻ, കൂട്ടായ്മയുടെ വലിയ മുഖാന്തരങ്ങളായി തീരുവാൻ അടിയങ്ങളെ എല്ലാ നാളും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. സകലവും അവിടുത്തെ നാമത്തിൽ അടിയങ്ങൾ ചോദിക്കുന്നു, ദയയോടെ കേൾക്കണമേ. May I invite our church warden, Mr. Sajiti Koshi, for the welcome speech. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും ബഹുമാനപ്പെട്ട റവറൻഡ് ജോസഫ് തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട മോൻ സി പി ജേക്കബ് അച്ഛൻ, കൊച്ചമ്മ കുഞ്ഞുങ്ങൾ, പ്രിയ സുനിൽ ജോസഫ്, ബിന്ദു ആനി സുനിൽ, ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സ്, സന്നിധിയിലായിരിക്കുന്ന സഹവിശ്വാസികൾ ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യാത്രയപ്പ് സമ്മേളനം എന്ന് പറയുന്നത് എന്തുകൊണ്ടും സന്തോഷകരമായ ഒരു പ്രോഗ്രാം അല്ല.
അത് നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമ്മിൽ നിന്ന് മാറി വേറെ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അത് ഒട്ടും സന്തോഷകരമല്ല. ഇത് പ്രിയ സുനിലിന്റെയും ബിന്ദുവിന്റെയും കാര്യത്തിൽ വളരെയധികം യാഥാർത്ഥ്യമാണ്. പ്രിയ സുനിൽ കഴിഞ്ഞ 28 വർഷം ഈ ദേശത്ത് സഭയോടുള്ള ബന്ധത്തിലും 27 വർഷം കൊയറിനോടുള്ള ബന്ധത്തിലും ആയിരുന്നു. കൊയർ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ കൊയറിൽ പ്രവർത്തിപ്പാൻ സുനിലിന് സാധിച്ചു. വളരെ നേരത്തെ വരികയും കൊയറിന്റെ എല്ലാ കാര്യങ്ങളും സൗമ്യതയോടെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു സുനിൽ. ബിന്ദുവിനെ പറ്റി പറയുവാൻ എനിക്ക് വാക്കുകളില്ല. കഴിഞ്ഞ 40 വർഷക്കാലം ഇടവകയുടെ കൊയറിന്റെ മെമ്പറായിരുന്നു. സാധാരണ ആർക്കും ലഭിക്കാത്ത ഒരു മകൻ പദവി ദൈവം പ്രിയ ബിന്ദുവിന് കൊടുത്തു. ഓർഗൻ വായിക്കുവാൻ, ഗിറ്റാർ വായിക്കുവാൻ, കുഞ്ഞുങ്ങളെയും വലിയവരെയും ഒരുപോലെ പാട്ട് പരിശീലിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ബിന്ദുവിന് കൊടുത്ത താലന്തുകൾക്ക്, കഴിവുകൾക്കായിട്ട് ദൈവത്തെ ഈ സമയത്ത് ഓർത്ത് സ്തുതിക്കുന്നു. VBS കൺവെൻഷൻ, സംഘടനയുള്ള വാർഷികം, എന്ത് പ്രോഗ്രാമിന് ബിന്ദുവിനോട് പറഞ്ഞാലും വളരെ ആത്മാർത്ഥതയോടെ പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുകയും നേരത്തെ വന്ന് നമ്മൾ വരുന്നതിനേക്കാട്ടിൽ മുമ്പ് വന്ന ഓർഗനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൺവെൻഷനൊക്കെ പാട്ട് പാടുമ്പോൾ നോട്ട്സ് ഇട്ട് പാടണം അങ്ങനെ പാടാൻ അറിയാൻ വയ്യാത്ത ഞങ്ങൾ പാടുന്നതനുസരിച്ച് നോട്ട്സ് വായിച്ച് പാടുന്ന ഒരു മെമ്പറായിരുന്നു ബിന്ദു എന്ന് ഈ സമയം ഒരു ഓർഗനിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ഇളയ സഹോദരിയാണ് എന്ന് ഈ സമയത്ത് വളരെ ആത്മാർത്ഥത്തോടെ സ്നേഹത്തോടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ലീലാമ്മ ആന്റി കുഞ്ഞുങ്ങളെ സഭയോട് ചേർത്ത് നിർത്തിയതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇതെന്ന് പറയാതിരിക്കുവാൻ ഈ സമയം കഴിയുകയില്ല. ആഷ്ലിയെയും മിനിയെയും കൊച്ചുമക്കളെയും ബിന്ദുവിനെയും ഒക്കെ സഭയോട് ചേർത്ത് നിർത്തുവാൻ പ്രിയ ലീലാമ്മ ആന്റി കാണിച്ച വലിയ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതാണ്. അവരെ കടന്നു പോകുന്ന മാവേലിക്കര ഇടവകയ്ക്ക് ബിന്ദുവിന്റെയും സുനിലിന്റെയും പ്രവർത്തനം ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ ഇടവകാരിയായ റവറൻ ജോസഫ് തോമസ് അച്ഛനെ ദൈവനാമത്തിൽ ആദരവോടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മോൻ CP ജേക്കബ്, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട സുനിൽ ജോസഫിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബിന്ദു സുനിലിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. സന്നിഹിതരായിരിക്കുന്ന ചർച്ച കമ്മിറ്റി അംഗങ്ങൾ, സഹവിശ്വാസികൾ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ജയോത്സവമായി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു. Thank you, Saji Uncle. We are very much delighted to welcome our new vicar, Reverend Joseph Thomas, for the presidential address. സ്നേഹമുള്ള മുൻസീച്ചൻ, ദീർഘകാലങ്ങളിൽ 50 വർഷം പിന്നിടുന്ന ഈ സഭയുടെ 40 വർഷവും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സഭയുടെ ഗായക സംഘത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഉള്ളൊരു അംഗമെന്ന് ഞാൻ കരുതുകയാണ്. ഈ പ്രയാണത്തിൽ സാന്നിധ്യം കൊണ്ടും കർത്താവ് നൽകിയ താഴ്ന്നു കൊണ്ടും സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറെ പ്രയോജനകരമായി തീരുവാൻ നമ്മുടെ ഈ സഭയുടെ ഓർഗനിസ്റ്റായും സഭയുടെ ഗായക സംഘത്തിൻ്റെ എല്ലാ ചുമതലകളിലുമായിരിക്കാൻ
പ്രിയപ്പെട്ട ശ്രീമതി ബിന്ദുവിന് സാധിച്ചത് വളരെ ഭാഗ്യമായി കരുതുന്നു. പ്രിയപ്പെട്ട അവരുടെ ജീവിതത്തിൽ അവർ രണ്ടുപേരും ചേർന്ന് നൽകിയ സ്നേഹപരമായ സഭയുടെ വളർച്ചയ്ക്ക് നൽകിയ നിസ്തുല്യമായ സേവനം ഏറെ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. ഞാൻ ചുമതല എടുക്കുന്ന ദിവസം തന്നെ യാത്രയയപ്പ് നൽകുക എന്നത് അങ്ങനെയൊക്കെ വന്നു ചേർന്നു. അവരുടെ ശുശ്രൂഷയുടെ നാളുകളിൽ അവരുടെ പാട്ടുകൾ ആസ്വദിക്കുവാനും ആ നേതൃത്വത്തിൻ്റെ ചേർന്ന് അവർ നൽകിയ ഗായക സംഘത്തിന് നേതൃത്വം ചേർന്ന് പ്രവർത്തിപ്പാനും ഒക്കെ അവസരം ലഭിച്ചില്ല. എങ്കിലും അത് ദൈവിക പദ്ധതിയും ദൈവത്തിൻ്റെ ഉദ്ദേശമാണല്ലോ. ഇതൊക്കെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. CSI പ്രത്യേകിച്ച് മധ്യകേരള മഹായിടവകയ്ക്ക് ഓരോ നമ്മുടെ ഡയോസിസിലും ഓരോ വിധത്തിലുള്ള പ്രാർത്ഥനകളാണ് പാട്ടുള്ളത്. CSI മധ്യകേരള മഹായിടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഘടനയാണ് ഗായക സംഘം. വളരെ ചെറിയ പ്രായത്തിൽ പരിശീലനങ്ങളൊക്കെ നൽകി ഇത്ര കൃത്യത ഓരോ പള്ളികളിലൊക്കെ നമുക്കറിയാം. വളരെ പ്രായമായ 60-62 വർഷമൊക്കെ ഗായക സംഘത്തിൽ പാടിയവരൊക്കെ ഏർപ്പെടും. ഒരു വലിയ ആവേശമാണ്. അതിലൊക്കെ അപ്പുറം ഇതൊരു വലിയ ശുശ്രൂഷയായിട്ട് കരുതുന്ന അനേക ആൾക്കാർ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ഇതിനെ സമീപിക്കുന്നത്. എങ്കിലും സാധാരണഗതിയിൽ പല സഭകളും ഏകദേശം 6 മാസമൊക്കെയാണ്. ജൂൺ മാസം ആദ്യ ഞായറാഴ്ച പ്രാക്ടീസ് തുടങ്ങുന്ന 1-2 പള്ളികളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ജൂൺ മാസം ആദ്യം ഞായർ പ്രാക്ടീസ് തുടങ്ങും. അവരെല്ലാം ജോലിയുള്ളവരാണ്, കുടുംബജീവിതത്തിന് ഉത്തരവാദിത്തമുണ്ട്, പഠനങ്ങളിലുള്ളവർ. ഏകദേശം 6 മാസത്തെ ചിട്ടയായ വർഷങ്ങൾക്ക് മറ്റൊരു പള്ളിയിൽ എനിക്കറിയാം ഡിസംബർ മാസം ആ ലാസ്റ്റ് ഞായറാഴ്ച അടുത്ത വർഷത്തെ കറൽ പ്രാക്ടീസ് തുടങ്ങിയ സഭയിൽ അടുത്ത വർഷം. അപ്പോൾ എത്രമാത്രം ഒരു വർഷത്തെ അവരുടെ പ്രയത്നം, പുതിയ പുതിയ നാംസുകളൊക്കെ വരുത്തി പാട്ടുകളൊക്കെ പാടി പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പ്രത്യേകിച്ച് കൊയർ മാസ്റ്റർമാരുടെ എത്ര പാട്ട് പഠിപ്പിച്ചെടുക്കുവാൻ ഞാൻ പലപ്പോഴും ഗായക സംഘത്തോട് പറയാറുണ്ട്, നിങ്ങൾ അവരെ ദ്രോഹിക്കരുതെന്ന് പറയും. കാരണം ഇപ്പോൾ പാട്സ് പഠിക്കുമ്പോൾ ടെററുകാർ പാടാൻ വരുമ്പോൾ 5 പേര് കാണും. അടുത്ത ആഴ്ച ഇതിൽ 3 പേരെ കാണത്തുള്ളൂ. പിന്നെ പുതിയ 5 പേരെ വീണ്ടും ഈ പാട്ട് പഠിപ്പിക്കണം. എത്രമാത്രം അതിൽ ഓരോ പാട്സുകാരെ ഇതുവരെ പഠിപ്പിച്ചെടുക്കുമ്പോൾ എത്രമാത്രം പ്രയാസത്തോടാണ് കടന്നു പോകുക. നീണ്ട 5-6 മാസക്കാലം ക്ഷമയോടെ തങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ സാധാരണഗതി എനിക്കൊരു 3-4 മാസങ്ങൾക്ക് അടുത്ത പ്രാക്ടീസിലോട്ട് കയറുകയാണ്. ഗായക സംഘങ്ങൾ അവർ ജോലിക്കിടയിലൂടെ വരുന്നു, സമയം കണ്ടെത്തി വരുന്നു, ലീവ് എടുത്ത് വരുന്നു. അപ്പോൾ ഇതൊക്കെ പാട്ടിനോട് ഉള്ളൊരു ആഭിമുഖ്യവും അതിനൊക്കെ അപ്പുറം ഇത് ശുശ്രൂഷ. നമുക്കറിയാം CSIയുടെ ആരാധനയോട്, പ്രത്യേകിച്ച് മധ്യകേരള മഹായുടെ ആരാധനയിൽ ഗായക സംഘം ഞങ്ങളുടെ കുമ്പസഭകളിലൊക്കെ ഞങ്ങൾ ചേരുമ്പോൾ ഔട്ട് സ്റ്റേഷനിലൊക്കെ ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്ത് എനിക്ക് 6 ഔട്ട് സ്റ്റേഷനുണ്ട്. പലയിടങ്ങളിലും ഗായക സംഘമൊന്നും കാണില്ല. അപ്പോൾ ആരാധനയ്ക്ക് നമുക്ക് നല്ലൊരു ഗായക സംഘം ഉള്ളപ്പോഴാണ് CSIയുടെ ആരാധനയെ കുറിച്ച് അർത്ഥവത്തായിട്ട് പ്രതിവാക്യങ്ങൾ പറയുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആരാധന എടുക്കാൻ നിൽക്കുന്ന വട്ടക്കാർക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ ഉത്തേജനം. ഇവിടെയും വളരെ മനോഹരമായുള്ള ഒരു ഗായക സംഘമുള്ളവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് നഷ്ടമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ 40 വർഷം നമുക്ക് സേവനം ചെയ്തിട്ട് മറ്റൊരു സഭയോട്, നമ്മുടെ മഹാരാജയിൽ വളരെ പ്രഗത്ഭമായ ഒരു ഗായക സംഘത്തോടാണ് വീണ്ടും അവിടെ ചേരാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മാവേലിക്കര ഞാൻ അതിനടുത്തുള്ള സഭയിൽ 2 ടേംസ് ശുശ്രൂഷ ചെയ്തതാണ്. മാവേലിക്കര ക്രൈസ്റ്റ് ചർച്ച് വളരെ പ്രഗത്ഭരായ പാട്ടുകാരുള്ള അതിൻ്റെ കൊയർ മാസ്റ്ററാണ് കഴിഞ്ഞ ദിവസം മരിച്ചു പോയ ഷൈജാൻ. ആ സഭയിലേക്ക് ഒരാളുടെ അഡ്വാൻറ്റേജ് ആയിട്ട് 2 പ്രഗത്ഭരെ ലഭിക്കുമ്പോൾ അവിടുത്തെ ശുശ്രൂഷ കുറേ കൂടെ അനുഗ്രഹകരമായി തീരും. ഇവിടെ നിന്ന് ഇവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാം പ്രാർത്ഥനകളിലും ഓർമ്മകളിലും എന്നും നിലനിൽക്കുന്നത് വളരെ സന്തോഷമാണ്. ഒരു വാക്ക് പറഞ്ഞ അവസാനിക്കുകയും ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പയുടെ ഫ്യൂണറൽ സർവീസ് 2004-05 ഞാനന്ന് കോയമ്പത്തൂർ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ശുശ്രൂഷ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഞാൻ ഒരു പ്രത്യേകമായ കാര്യം ഞാനിങ്ങനെ ആ ശുശ്രൂഷയെ ശ്രദ്ധിച്ചു. ജോൺ പോൾ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കത്തീഡ്രലിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 പിക്ചർ ഒരേ സമയത്ത്, 2 പിക്ചർ ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കണം. ഒന്ന്, അന്ന് അവിടെ പ്രസംഗിച്ചത് പിന്നിൽ വന്ന ബെനഡിക്റ്റ്, അന്നത്തെ കർദിനാള്, അദ്ദേഹമാണ്. 7 മിനിറ്റാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഈ വിദേശത്തുള്ളവരുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, യൂറോപ്യൻസിൻ്റെ ഒക്കെ പ്രത്യേകത, നല്ലത് പറയുമ്പോഴെല്ലാം കൈയിടിക്കും. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയുടെ അവദാനങ്ങൾ വാഴ്ത്തുമ്പോൾ 7 മിനിറ്റത്തെ പ്രസംഗത്തിൽ 10 വട്ടം കൈയിടിച്ചത്. അപ്പം എനിക്കൊരു പ്രയാസം തോന്നി, ഈ മരണത്തിന് കൈയിടിക്കും. ഇത് കാണിച്ച അടുത്ത ഒരു പിക്ചർ കാണിക്കുന്നത് തെരുവാണ് കാണിക്കുന്നത്. നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന, കരയുന്ന ഒരു രൂപം. അപ്പോൾ എനിക്ക് ഇതിന് രണ്ടിലും കൂടെ ഞാനിങ്ങനെ കണക്ട് ചെയ്തു. ഒരേ സംഭവത്തിന് 2 തലങ്ങൾ. സന്തോഷിക്കുന്ന അല്ലെങ്കിൽ നല്ലത് പറഞ്ഞപ്പോൾ കൈയടിക്കുകയും അപ്പുറത്ത് നിലവിളിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇങ്ങനെ നമ്മുടെ ഇടയിലുള്ളവരൊക്കെ, അല്ലെങ്കിൽ നമ്മളെല്ലാം പക്ഷേ ഇവിടെ നിങ്ങളെല്ലാം ഓരോ കാലഘട്ടങ്ങളിൽ തിരികെ പലരെങ്കിലും പോകണ്ടല്ലേ, നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്ന് മാറിപ്പോകുമ്പോൾ, നമ്മുടെ മുഖതാവിൽ ഇങ്ങനെ ഇല്ലാതെ നിൽക്കുമ്പോൾ 2 അനുഭവങ്ങളാണ്. ഒന്ന്, നമ്മൾ ഓർക്കുമ്പോൾ ഇവർ സഭയ്ക്ക് നൽകിയ നല്ല സേവനങ്ങൾ, അത് നമുക്കെന്നും ഇവരെ കരങ്ങളടിപ്പിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഓർമ്മകളിൽ നിൽക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മറുവശമുണ്ട്. യാത്രയായി ഇനി ഇവിടുത്തെ ആ ഇടങ്ങൾ ശൂന്യമായി കാണുമ്പോൾ ആ സുസ്മര വദനങ്ങൾ, അവരുടെ മുഖങ്ങൾ, ചിരിക്കുന്ന മുഖങ്ങൾ, ആ ശബ്ദമൊക്കെ നമ്മളിവിടെ കാണുന്നില്ല, മുഖം കാണുന്നില്ല. അപ്പോൾ അശൂന്യത കുറേ കാലം കഴിയും നമുക്ക് അത് ഒക്കെ ഒന്ന് മാഞ്ഞു വരുവാൻ. എങ്കിലും പുതിയയിടത്തേക്ക് പോകുമ്പോൾ പുതിയ കൃപയോടെ, പുതിയ ദർശനത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ സഭയുടെ ഉപയോഗപ്പെട്ടക്കാരെന്ന നിലയിൽ ഞാൻ എല്ലാ നന്മകളും ഇവർക്ക് ആശംസിക്കുന്നു. God bless you. Thank you, Achin. Next, representing our church, I welcome Mr. Virgil Chaco for the felicitation. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവപ്പെട്ടക്കാരൻ റവറൻ ജോസഫ് തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട റവറൻ മോൻസ് പി ജേക്കബ് അച്ഛൻ, ഇന്ന് യാത്രാമംഗളം ഏറ്റുവാങ്ങുന്ന മിസ്റ്റർ സുനിൽ ജോസഫ്, മിസ്സസ് ബിന്ദു ആനി സുനിൽ, കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവർ, ഇന്ന് ഇപ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ ഇടവകയെ പ്രതിനിധീകരിച്ച് യാത്രാമംഗളങ്ങൾ നേരുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഇടവപ്പെട്ടക്കാരൻ ജോസഫ് തോമസ് അച്ഛനോടും ഇടവ ഭരണസമിതി അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളും. നമ്മളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നവർ വിട്ടുപോകുമ്പോൾ അവർക്ക് യാത്രാമംഗളങ്ങൾ നേരുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് വിഷമമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട സുനിലും ബിന്ദുവും തങ്ങളുടെ ഒമാനിലെ കഴിഞ്ഞ 29 വർഷക്കാലത്തെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി സ്വന്തം താല്പര്യപ്രകാരം അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ സമയത്ത് നമുക്ക് സഭയായി ഇപ്രകാരം ഒരു യാത്രയപ്പ് സമ്മേളനം ക്രമീകരിക്കുവാൻ സാധിച്ചതോർത്ത് ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായി ഈ കുടുംബത്തിൻ്റെയും നമ്മുടെയൊക്കെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവപ്പെട്ടക്കാരും ജോസഫ് തോമസ് അച്ഛനും ഇത്രയും ബഹുമാനപ്പെട്ട മോൻസി ജേക്കബ് അച്ഛനും ഇന്ന് ഈ മീറ്റിങ്ങിൽ ആയിരിക്കുന്നത് ഏറ്റവും അധികം അനുഗ്രഹപ്രദവും സന്തോഷകരമായ അനുഭവമാണ്. ഈ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ 29 വർഷക്കാലം വളരെ സജീവമായി നിലനിന്ന ഒരു കുടുംബമാണ്. 1997 സുനിൽ ഒമാനിലേക്ക് കടന്നു വരുന്നത്. കടന്നു വന്ന അന്ന് മുതൽ സഭയുമായുള്ള ബന്ധത്തിൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ച ഈ കുടുംബം നമ്മുടെ ഒപ്പമുണ്ടായിരുന്നു. അതുപോലെ ബിന്ദുവിൻ്റെ മാതൃ ഇടവക എന്ന് പറയുന്നത് നമ്മുടെ മസ്കറ്റ് സെൻറ്റ് ജെയിംസ് CSI ഇടവക തന്നെയാണ്. ബാല്യം മുതൽ തന്നെ ബിന്ദു നമ്മുടെ ഇടവകയിൽ വളർന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. ദൈവം ഇവർക്ക് അറിഞ്ഞു നൽകിയ കഴിവുകളും താലന്തുകളും ഒക്കെ നല്ല മനസ്സോടുകൂടി അവർ സഭയ്ക്ക് വേണ്ടി വളരെയധികം ഉപയോഗിക്കുകയുണ്ടായി.
സുനിൽ നമ്മുടെ ഗായക സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റായി ഇപ്പോൾ സേവനമനുഷ്ഠിച്ചു വരുന്നു. അതുപോലെ ദീർഘനാളുകൾ ഗായക സംഘത്തിൻ്റെ സെക്രട്ടറിയായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ബിന്ദു ഗായക സംഘത്തിൻ്റെ അസിസ്റ്റന്റ് കൊയർ മാസ്റ്ററും ഓർഗനിസ്റ്റുമായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു വരുന്നു. ബിന്ദുവാണ് കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഗായക സംഘത്തിൻ്റെ ക്രിസ്മസ് കരോളിന് നമ്മുടെ കൊയറിനെ ഗാനങ്ങൾ പരിശീലിപ്പിച്ചു. ഇത്രയും ഉത്തരവാദിത്തോടു കൂടി തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും അധികം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ കൃത്യതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഗായക സംഘത്തിൻ്റെ അച്ചടക്കവും ചിട്ടയും ആരാധന മധ്യയുള്ള ശുശ്രൂഷയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കുടുംബം CSA സെന്റ് ജെയിംസ് ഇടവകയ്ക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടതായിരുന്നുവെന്ന് ഇന്നത്തെ നമ്മുടെ ഈ സെൻഡ് ഓഫ് മീറ്റിങ്ങിൻ്റെ ക്രമീകരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കുടുംബത്തിന് നമ്മുടെ ഇടവയിലെ ശുശ്രൂഷ ഏറ്റവും സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി എന്നും ഈ ഇടവക ഓർമ്മിക്കപ്പെടും. വ്യക്തിപരമായിട്ട് സുനിലുമായിട്ട് വന്ന കാലം മുതൽ നല്ലൊരു സുഹൃത്ത് ബന്ധം നിലനിർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇവരെപ്പറ്റി എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇവർ രണ്ടുപേരും ഇവരുടെ മാതാപിതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം മാതാപിതാക്കളെ പോലെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ആദ്യമായി നമ്മുടെ ആരാധനാ പുസ്തകം മംഗ്ലീഷിൽ തർജ്ജമ ചെയ്തത് ബിന്ദുവാണ്. അത് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വളരെയധികം അനുഗ്രഹകരവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ സഭയെ ഇത്രയധികം കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ഈ കുടുംബം നമ്മളെ വിട്ടുപോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. ഈ അവസരത്തിൽ ഞാൻ ലീലാമ്മ ആൻറ്റിയെ ഓർക്കുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ദൈവത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട് ബിന്ദുവിനെയും ആഷ്ലിയെയും ചേർത്ത് സഭയുമായുള്ള ബന്ധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ലീലാമ്മ ആൻറ്റിക്ക് സാധിക്കുകയുണ്ടായി. ഈ കുടുംബം തിരിച്ച് മടങ്ങി നാട്ടിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും മാവേലിക്കര ഇടവകയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ കുടുംബത്തിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച എല്ലാ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾക്കും എല്ലാ കരുതലിനും എന്നും തീർച്ചയായിട്ടും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഇപ്പോൾ ഏറെ സന്തോഷത്തോടും കുറച്ച് സങ്കടങ്ങളോടും ഒക്കെ ഇവർ നമ്മളോട് വിട പറയുമ്പോൾ CSA സെന്റ് ജെയിംസ് ഇടവകയുടെ പേരിലുള്ള എല്ലാ യാത്രാമംഗളങ്ങളും എല്ലാ ആദരവുകളും എല്ലാ സ്നേഹവും ഈ അവസരത്തിൽ നേരുന്നു. കഴിഞ്ഞ 29 വർഷക്കാലമായി ഇവരുടെ സമർപ്പിത സേവനത്തിന് ഇടവകയുടെ പേരിലുള്ള ഹൃദയംഗമായ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങളുടെ ഭാവിയിലെ എല്ലാ ശ്രമങ്ങളിലും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനും തുടർച്ചയായ അനുഗ്രഹത്തിനും വേണ്ടി സഭയായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വിശ്രമ ജീവിതം സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളിലും നിരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. Thank you, Rajesh Uncle. Next is a solo by Mr. George K. Abraham from our church choir. Every day, all
will take care of you. God will take care of you through every day, all the way. He will take care of you. God will take care of you. All you may need, He will provide. God will take care of you. Trust Him and you will be satisfied. God will take care of you. God will take care of you through every day, all the way. He will take care of you. God will take care of you. Lord, He yourself from friends apart. God will take care of you. He will give peace to your aching heart. God will take care of you. God will take care of you through every day, all the way. He will take care of you. God will take care of you. Thank you, Uncle. May I invite Mr. Binu K. John and Dr. Mr. Ashwini Chakuchan to hand over the mementos. Now I welcome Mrs. Bindu Annie Sunil for the reflection speech. Praise God. Respected Joseph Thomas Achin and Reverend C. P. Jacob Achin, all the committee members and my dear church members, choir members, all of you. Let me start with a small song to praise our Lord for what He's done for us.
ആദ്യമായിട്ട് സാക്ഷ്യത്തിനായിട്ട് ഇവിടെ നിൽക്കുന്ന ഈ പള്ളിയിൽ I have nothing but thanks to give to our Lord and Savior Jesus Christ. From my first birthday till today, it is God, as per God's plan. He brought my dad and he brought my mummy to Oman, and then he chose to prosper me in this land. I praise and thank God for that. He had a purpose when he saw me before I was in my mother's womb, and he named me and he chose me and he placed me in this land, and I praise God for that. I am nothing but clay, and ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇവിടെ നിൽക്കുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ ദിവസം മുതൽ till this moment ദൈവത്തിൻ്റെ കൃപയല്ലാതെ വേറെ ഒന്നും എന്നെ നടത്തിയിട്ടില്ല. Not by my merits but by His grace that we are here today. I praise God. I thank God. When I was 7 years old, Daddy passed away over here, and then it was my beloved mummy that brought my brother up and me up. Although she was alone, this church and all the members from that time, the Achans, you all were the ones who helped us, who supported us, who took care of us, who stood by our side through all difficulties. You were there when we went through so much difficulties. You prayed for us. You came and sat with us. So grateful to all of you, especially for those who already left from here. I remember all of them. Aunties, uncles, അപ്പച്ചൻസ്, അമ്മച്ചീസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവത്തോട് സ്തോത്രം പറയുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം അതിൽ മടങ്ങായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓൾ ഓഫ് യു. എന്നെ പഠിപ്പിച്ച സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ഓർക്കുന്നു, VBS ടീച്ചേഴ്സിനെ, വന്ന എല്ലാ അച്ഛന്മാർ, ഫ്രം ദി ഫസ്റ്റ് അച്ഛൻ ടിൽ റെസ്പെക്റ്റഡ് ജോസഫ് തോമസ് അച്ഛൻ. നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾക്കും നിങ്ങൾ തന്ന ലെസൺസിനും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് I really miss Salvanti's presence over here. She was a perfect guide for me. She taught me so much. Sheila auntie and all these loved ones, they supported me when after mummy left. I want to thank them and pray that God may bless all of them and their families. പേര് പറയാൻ തന്നെ ഒത്തിരി പേരുണ്ട് പറയാൻ, പക്ഷേ I am scared if I leave out anybody. അതുകൊണ്ട് നോക്കിയാൽ each one of you has helped and been there for us, each one of you. I look at all the faces and I'm so grateful and thanking God for all of you in my life. And Daddy and Mummy left, but in this land God chose my sunshine for me, and He kept us both here. So I praise God for that. അവർ വന്നു, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ അവരില്ല, പക്ഷേ പകരം സുൽച്ചാനെ തന്നു. ഇതേ നാട്ടിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഈ പള്ളിയിൽ ഒരുമിച്ച് പാടാനും അതിനൊക്കെ തന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം പറയാനുള്ളത്, കോവിഡിൻ്റെ സമയത്ത് പല പേഷ്യൻസിൻ്റെ നടുക്ക് സുൽച്ചാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്തു. There were patients all around him and there were so many അടുത്ത് വന്ന പല പേഷ്യൻസും മരിച്ചുപോയി. പക്ഷെ സുൽച്ചാനെ ഒരു പ്രാവശ്യം പോലും ഒരു പനി പോലും വരാൻ ദൈവം അനുവദിച്ചില്ല. സോ ഐ എം താങ്കിങ് ഗോഡ് ഫോർ ഹിസ് പ്രൊട്ടക്ഷൻ ഓവർ ഹിം and for taking us back home safely. And ആദ്യത്തെ സമയത്ത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ടായി, പിന്നെ കോയറിലെ ഫ്രണ്ട്സ് ഉണ്ടായി, പിന്നെ ചർച്ചിലെ ഫ്രണ്ട്സ് ഉണ്ടായി. Even last few days where I've been getting new friends, I've been blessed. Sunjan and I have been blessed by new friends and all your support. So we're thanking you so much for everything. And the church picnics, the church anniversaries, the Achari Deal session,
And all those were such amazing events from this church, which I will never forget. It brought us all close together, and I thank God. I thank God for this church. It is my backbone എന്ന് പറയുമല്ലോ. ഞാൻ എൻ്റെ ആയുസിൻ്റെ ഫുൾ ടൈം ഇവിടെ ആയിരുന്നു. So I'm so happy I'm leaving this church, but God's time is for this land is finished. Now He's taking us to a new land, but I'm taking all my good memories we are taking all our good memories with us. We're taking all of you in our hearts, and we'll stay in touch. We once again thank you for everything that you did for us. Especially I wish to thank Achin and the committee members for organizing this wonderful and heart-touching farewell for us. I especially thank the choir for having supported me. You have been a wonderful choir, and I'm so happy to hear you sing. Continue to carry on like this. Johnson uncle and Vijay, God bless you to lead the choir. Each member, God bless all of you, especially the children. Grow into wonderful adults. Take care of one another. Love each other. Stay blessed, okay? So thank you once again. We praise God for everything. Giving all glory and all honor to God. Thank you. Thank you so much. Thank you, Bindu Aunty, for the lovely words. Now, I call upon our church secretary, Mr. Johnson Chaco, for the vote of thanks. ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട ജോസഫ് തോമസ് അച്ഛൻ, മോൻസിറ്റി ജേക്കബ് അച്ഛൻ, പ്രിയപ്പെട്ട സുനിൽ, ബിന്ദു, സ്നേഹമുള്ള ഇടവകാംഗങ്ങളെ, നമ്മളേറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സുനിലിനും ബിന്ദുവിനും ഇടവകയായി പ്രകാരം ഒരു യാത്രയുടെ സമ്മേളനം ക്രമീകരിക്കുവാൻ സാധിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘനാളുകളായി ഇടവകയുടെ കൂട്ടായ്മയിൽ ഈ സഭയുടെ ശുശ്രൂഷയിൽ പ്രത്യേകിച്ചും ഗായക സംഘത്തിന് സ്തുത്യർഹമായ സേവനം നൽകി അവർ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിലും കാവലിലും ഇടവകയായിട്ട് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. അവർ കടന്നിരുന്ന ഏത് സ്ഥലത്തും ഒരനുഗ്രഹമായി ശോഭിക്കുവാൻ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള നല്ല താരന്തുകൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അവരെ തുടർന്നും സഹായിക്കട്ടെ എന്ന് ഇടവകയായും ഗായക സംഘമായി ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഇത്രയും അനുഗ്രഹകരമായി തീരുന്നതിന് സഹായിച്ചവരോടുള്ള നന്ദിയും സ്നേഹവും ചുരുക്കം വാക്കുകളിൽ പറയണം. ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോസഫ് തോമസ് അച്ഛനും എല്ലാവരുടെയും പേരിൽ ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മോടൊപ്പം വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട മോൻസിറ്റി ജേക്കബ് അച്ഛൻ, പ്രിയപ്പെട്ട കൊച്ചമ്മ കുഞ്ഞുങ്ങൾ, എല്ലാവരും ഈ അവസരത്തിൽ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട സുനിലിനും ബിന്ദുവിനും ഞങ്ങൾക്ക് തന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും കൂട്ടായ്മയുടെ നല്ല അനുഭവങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന ഇടവകാംഗങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ടവരെയും സ്നേഹിതരെയും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കട്ടെ. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Uncle. Coming to the end of this program with the song Kanum Mare Ini Nam Tammil, followed by closing prayer and benediction. Thank you.
പ്രാർത്ഥിക്കാം. കരുണിവാനായ ദൈവമേ, ഞങ്ങൾക്ക് വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം പ്രകാരം ഒന്നിച്ചു കൂടുവാൻ അവസരം നൽകുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ ദൈവകൃപയോടെ ആലയത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ ഇടപെട്ടക്കാരനോട് ചേർന്ന് ഗായക സംഘത്തിൽ പ്രവർത്തിച്ച് ഈ ആലയവും ആരാധനകളും ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നതിന് കൈത്താങ്ങൽ നൽകിയ പ്രിയപ്പെട്ട രണ്ടുപേരെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഈ സഭയിൽ അവർ നൽകിയതായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ ഓർക്കുന്നു. അതിലൂടെ സഭ അനുഗ്രഹിക്കപ്പെടും, ദൈവജനം അനുഗ്രഹിക്കപ്പെടും. അതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അവർക്ക് ലഭിച്ചതായിട്ടുള്ള ജോലിക്കായി സ്തോത്രം. ഏറ്റവും സ്തുത്യർഹമായ വിധത്തിൽ അത് നിർവഹിക്കാൻ ദൈവം സഹായിച്ചു. ലഭിച്ച കുടുംബ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യും. അതിന് ശ്രേഷ്ഠമാക്കി കർത്താവ് തീർത്തതോടെ സ്തോത്രം ചെയ്യും. സഭയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് അവർ നൽകിയതായിട്ടുള്ള സേവനങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവ് എല്ലാ വിധത്തിലും അവർ സ്നേഹിച്ചവർ, അവരെ സ്നേഹിച്ചവർ എല്ലാവരെയും അവർക്ക് സ്തോത്രം. 2 ദിനങ്ങൾ കൂടെ മാത്രം ഈ ദേശത്തവർ പാർക്കുമ്പോൾ ശേഷിപ്പിച്ച് കർത്താവെ പോകുന്ന നല്ല സാക്ഷി ജീവിതം ഓരോ ഹൃദയങ്ങളിലും കർത്താവെ അവർ നൽകിയതായ സ്നേഹപുഷ്പളമായ ബന്ധങ്ങൾ എല്ലാം ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നാഗരികര മണ്ണിലേക്ക് പോകുമ്പോൾ മിഷണറി ജോസഫ് മീറ്റിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ചിടത്തേക്ക് അവർ മടങ്ങിപ്പോവുകയാണ്. അവിടെയും ചെന്ന് കർത്താവിനെ സാക്ഷിപ്പാൻ തക്കമുള്ള കൃപ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയ്ക്ക് എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും പ്രിയപ്പെട്ട വരുന്നാളുകളുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരാൻ സഹായിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം, കൃപയോടെ കാക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ കരുണയുടെ കൃപയിലും കാവലും പ്രേമിക്കുന്നു. സമാധാനവും വാഴും എന്നും പ്രിയപ്പെട്ടവരിലേക്ക് മാറാകട്ടെ. താങ്ക് യു.